ഹലോ, ജെ ടോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ പൂനെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് ലോണാവല. അപ്പോൾ നമ്മൾ ലോണാവലയിലേക്കാണ് ഇന്ന് പോകുന്നത്. പൂനെയിൽ നിന്നും, അതായത് പൂനെ ടൗണിൽ നിന്നും ഏകദേശം 64 കിലോമീറ്ററും ദൂരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മുംബൈ ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം 96 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പം ലോണാവലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇതാണ് ലോണാവല. കറക്റ്റ് ടൈമിലല്ല കേട്ടോ, അതായത് മൺസൂൺ ടൈമിലാണ് ഇവിടുത്തെ ടൂറിസം തുടങ്ങുന്നത്. ടൂറിസ്റ്റ് ടൈം എന്ന് പറയത്തില്ലേ, അതായത് ആ സമയത്താണ് ഇവിടെ ഫുൾ പച്ചപ്പായിരിക്കും. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമേ അല്ലായിരിക്കാം. പക്ഷെ ഞാൻ വന്നിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അച്ഛനോട് പറഞ്ഞാണ്. ഇവിടെ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ പൂനെയിൽ നേരത്തെ സ്ഥിരം വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാൻ വന്നപ്പം ഈ ഒരു വ്യൂ ആണ് ഞാൻ കാണുന്നത്. അതായത് മൺസൂൺ ടൈമിലാണ് ഇവിടെ വരാൻ ഏറ്റവും പറ്റിയ നല്ല സമയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പൂനെയിലേക്ക്, അതായത് ലോണാവലയിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൺസൂൺ ടൈം നോക്കി വരിക. അതായത് ജൂൺ ജൂലൈ ആ ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിയായിട്ടുണ്ട് ടൈം. അപ്പം ഞങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടേ. एकदम गरम गरम वड़ा पाव खिला देना. हम हैदराबाद से आ रहे हैं. अच्छा से बना കാന്താ ബജി എന്ന് പറഞ്ഞാൽ ഉള്ളിവട. കാന്താ ബജി അല്ലെങ്കിൽ പറഞ്ഞാൽ പോരാ. കാന്താ ബജിനെ പറയത്തുള്ളൂ. ഉള്ളിവടാന്ന് ചോദിച്ചാൽ എനിക്കെല്ലാം മനസ്സിലാവും. ഇവിടെ അടിയാവാൻ തോന്നുന്നു. വിത്ത് ഷുഗർ, വിത്തൗട്ട് ഷുഗർ. ഇന്ത്യൻ ബർഗർ കിങ് മക്ഡൊണാൾഡ്സ് ഒക്കെ കേട്ടിടണം. പക്ഷേ ഈ ഒരു ബർഗർ നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബജ്ജി എടുത്ത് മാവിൻ്റെ സെൻറ്റർ എടുക്കുക. കുറച്ച് പൊടി, ഗൺ പൗഡർ എന്ന് പറയുന്നത് കുറച്ച് ഇട്ടിട്ട് ഇങ്ങി പിടിക്കുക. പിന്നെ ഈ മുളക് അങ്ങോട്ട് എടുത്ത് ഒരു കടി. വടപ്പാവ് ഇഷ്ടമുള്ളവരെല്ലാം ഇപ്പം കൊതിയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പുതിയ അതിഥികളല്ല. ഓണത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് അല്ലേ. ആൻഡേഴ്സൺ ഇസ് ഫ്രം തിരുവല്ല, കേരള. and this is also not Malayali, from Indore. പക്ഷെ കുട്ടിക്ക് മലയാളം അറിയാം. അതെ, പേര് അതാണ്. യെസ്, നമ്മൾ പറയുമ്പോൾ ഫ്രാഗ്രൻസ് പറയല്ലേ. ഫ്രേഗ്രൻസ്, യൂണീക്ക് പേരാണേ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അത് നമ്മുടെ ഉള്ളിവട അല്ലേ. ഉള്ളിവട. ഇപ്പം നമ്മൾ ഐനസ് ശിവാജിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു റൂമാണ്. അപ്പം ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? 2 റൂമുണ്ട്, ഒരു കിച്ചണുണ്ട്, 2 വാഷ്റൂമുണ്ട്, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥലം. നമ്മുടെ ജോന് ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പുതിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ട്രയത്തലോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു ട്രയത്തലോണിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രയത്തലോൺ എന്ന് വെച്ചാൽ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും റണ്ണിങ്ങുമാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് ആയിട്ട് എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സ്ഥലം. ഈ ഒരു ലേക്കിലാണ് അവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ലേക്കും ഇവരെവിടേക്കാണ് സൈക്ലിംഗ് ചെയ്യുന്നത്, അതുപോലെ റണ്ണിങ്ങും ആ ഒരു റോഡൊക്കെ കാണാനായിട്ട് നമ്മളൊരു ബസ്
ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരെ നമ്മളെ ഇങ്ങനെ കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേക്കിലാണ് ഇവർ സ്വിമ്മിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങളെ കൂടെയുള്ള ആൻഡേഴ്സിനും ഇതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലോണാവലയിൽ ഒരു 2 ഡേയ്സ് കാണും. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഇവിടുത്തെ ട്രയത്ലോൺ നടക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾ ഈ ബസ്സിൽ ഞങ്ങളെ ഇങ്ങനെ ചുറ്റി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഡ്യൂക്സ് നോസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ അതൊരു മൂക്ക് പോലെയാണ് നമുക്കൊരു വ്യൂവിൽ നിന്ന് നോക്കിയാൽ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മൗണ്ടന് ഡ്യൂക്സ് നോസ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് വരുമ്പോൾ നമുക്കൊരു ട്രക്കിംഗ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കയറണം. പിന്നെ അതുപോലെ നമുക്കിവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊന്നും എനിക്ക് യൂട്യൂബിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. ഇപ്പം നെക്സ്റ്റ് ഡേയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഡേ സംഭവിച്ചത്. അപ്പം നെക്സ്റ്റ് ഡേയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം നൈറ്റിൽ ഞങ്ങൾ നല്ലൊരു മ്യൂസിക് ഞങ്ങൾ കേട്ടു കേട്ടോ. അപ്പം അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.